ഗുഡ് മോർണിംഗ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. രാവിലെ ഞാൻ എൻ്റെ ബെഡ്ഷീറ്റൊക്കെ മടക്കുന്നുണ്ട്. ബെഡ്ഷീറ്റ് മടക്കി വയ്ക്കുവാണ്. അപ്പം നമുക്കൊരു കാഴ്ചയാണ് കേട്ടോ. ലാസ്റ്റായിട്ട് കണ്ട ഗായ്സ്, നീല യൂണിഫോമിൽ കണ്ട ഗായ്സ്. സോ നെക്സ്റ്റ് ഞാൻ എൻ്റെ മുടിയൊക്കെ ഒന്ന് കെട്ടി വെച്ചിട്ട് മേക്കപ്പ് ചെയ്യാൻ പോവാണ്. മേക്കപ്പ് അല്ല, ഞാൻ ഒന്ന് റെഡി ആവാൻ പോവാണ്. ജസ്റ്റ് ക്രീമൊക്കെ ഇട്ട് നമ്മുടെ ലാസ്റ്റ് ഡേ ആട്ടോ ഗൈസ്. നമ്മുടെ കോളേജിലെ ലാസ്റ്റ് ഡേ ആണ്. അതിൻ്റെ ഒരു സന്തോഷമൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് രാവിലെ തന്നെ ജലദോഷമാണ്. എല്ലാ ദിവസവും രാവിലെ ജലദോഷം എന്ന് പറഞ്ഞത് എൻ്റെ സ്വന്തം കൂടപ്പിറപ്പായതുകൊണ്ട് അപ്പം ഞാൻ രാവിലെ എന്നിട്ട് ഫേസൊക്കെ ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം ഒരു ക്രീം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഡോവിൻ്റെ ക്രീമാണ് ഇട്ട് കൊടുക്കുന്നത്. എനിക്ക് ഭയങ്കര ജലദോഷമാണ് കേട്ടോ. ജലദോഷം പിന്നെ എന്നുള്ളതുകൊണ്ട് മൈൻഡുള്ള നല്ല പോലെ ഇത് സ്കിന്നിലോട്ടൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഗായ്സ്, അപ്പോൾ അടുത്തായിട്ട് നമ്മളൊരു സൺസ്ക്രീനാണ്, പ്ലമ്മിൻ്റെ സൺസ്ക്രീൻ ആട്ടോ ഇട്ട് കൊടുക്കുന്നത്. സൺസ്ക്രീൻ എല്ലായിടത്തൊക്കെ തേക്കുന്നുണ്ട്. ഭയങ്കര വെയിലാട്ടോ പുറത്ത്. ഇവിടെ നല്ല വെയിലാണ്, അതുകൊണ്ട് നല്ലപോലെ അപ്ലൈ ഉണ്ട്. കണ്ണിന് ചുറ്റും സൈഡിലും കണ്ണിന് പുറത്തൊക്കെ അപ്ലൈ ഉണ്ട് കേട്ടോ. നന്നായിട്ട് അപ്ലൈ ഉണ്ട്. ശേഷം നമ്മൾ നന്നായിട്ട് അത് സ്കിന്നിലോട്ട് തേച്ച് കൊടുക്കുകയാണ് കേട്ടോ. നല്ല വൈറ്റ് കാസ്റ്റ് ഉണ്ട് കേട്ടോ. പ്ലമ്മിൻ്റെ ഈ സൺസ്ക്രീന് നല്ല വൈറ്റ് കാസ്റ്റ് ഉണ്ട് ഗൈസ്. നന്നായിട്ട് തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് നേരം കഴിയുമ്പോഴത്തേനും സെറ്റാവും. കുറച്ച് നേരം ആ ഒരു വൈറ്റ് കാസ്റ്റ് എന്ന സ്കിന്നിലുണ്ടാവും. ഫ്രണ്ട്സൊക്കെ കണ്ട് കളിയാക്കാറുണ്ട്, മൊത്തം എന്ത് മേക്കപ്പ് അടിയെന്നൊക്കെ പറഞ്ഞ. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ സെറ്റാവും കേട്ടോ. നമ്മളിൽ വേറെ ഇല്ലാഞ്ഞിട്ടാണ് നമ്മൾ ഈ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത്. ഞാൻ നന്നായിട്ട് ഫേസിലോട്ടൊക്കെ തേച്ച് പിടിപ്പിച്ച് ഇതെൻ്റെ ഫ്രണ്ടാണ് കേട്ടോ ഗായ്സ്, തോമസ്. ലാസ്റ്റ് ദിവസത്തിൻ്റെ സന്തോഷമാണ് അവളുടെ മൂത്ത കാണുന്നത്. അപ്പം എന്തൊക്കെയോ പറഞ്ഞിരുന്നു, ഞാനിരുന്ന് ശരിക്കും അവളോടെ ഇരുന്ന്. അതിനുശേഷം ഞാനൊരു ലിപ് ബാം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയുണ്ട് നോക്കുക. ഇനിയുണ്ട് ഗൈസ് നെയിൽ പോളിഷ് ഡ്രസ്സിലെ ഞാൻ കണ്ണെഴുതി കൊടുക്കുക കേട്ടോ. കണ്ണെഴുതണമെങ്കിൽ തൊട്ട് മുന്നായിട്ട് ഒരു ലിപ്സ്റ്റിക്ക്, ഒരു ന്യൂഡ് ലിപ്സ്റ്റിക്ക് എടുത്ത് കണ്ണിൻ്റെ മുകളിൽ തേച്ചിട്ട് കണ്ണെഴുതുന്ന. പിന്നെ കണ്ണെഴുതി കഴിഞ്ഞ് ഗൈസ്, കണ്ണെഴുതിയതിന് ശേഷം ഞാൻ നെക്സ്റ്റ് ചെയ്യാൻ പോണത് മുടി ചീവാണ്. മുടി ചീവിയിട്ട് കെട്ടി വെച്ചിട്ട് പെട്ടെന്ന് പോകണം ഗൈസ്, സമയമില്ല കേട്ടോ. എൻ്റെ ഫ്രണ്ട് വന്നിട്ടും ഇല്ല പല്ലിച്ചിട്ട്. ഞാൻ അപ്പോഴത്തേനും റെഡി ആയിട്ടിരിക്കുകയാണ്. എനിക്ക് കുറച്ച് സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ തലയ്ക്ക് ചീവി കെട്ടുക കേട്ടോ ഗൈസ്. ഓക്കെ, ഞാൻ ഇങ്ങനൊരു സ്റ്റൈലാട്ടോ കെട്ടുന്നത്. ജസ്റ്റ് ചെയ്തിട്ട് ഒരു റിബൺ ഇടും, അത്രേ ഉള്ളൂ. വേറെ ഹെയർ സ്റ്റൈലൊന്നുമില്ല ഗായ്സ്. പിന്നെ ഇങ്ങനെയൊക്കെ മുടിയൊക്കെ വെച്ചിടാൻ പറ്റുന്ന കോളേജിൽ ഉള്ളപ്പോഴാണ്. നമുക്ക് ബാക്കിയുള്ള ഫുൾ ടൈം ക്ലിനിക്കൽ ഡ്യൂട്ടി ആയതുകൊണ്ട് ഇത് നമ്മുടെ രണ്ട് ഗായ്സാണ്. അപ്പം നെയിൽ പോളിഷ്, മുടി, ഇങ്ങനെയൊക്കെ നമുക്ക് ലാസ്റ്റായിട്ടാണ് ഇങ്ങനെ കോളേജിൽ കെട്ടാൻ പറ്റുന്നത്. കമ്മലൊക്കെ ആകെ ഓർമ്മ ഇടാവുള്ളൂ ഗൈസ്. ഞാനിപ്പോൾ കോളേജിൽ പോകുമ്പോഴാണ് രണ്ടെണ്ണമൊക്കെ ഇടണേ, അല്ലാതെ നമുക്ക് ഇടാനൊന്നും പറ്റില്ലായിരുന്നു.
നോ അത് പറഞ്ഞു തള്ളി I got the family folder അങ്ങനെയാണ് നിങ്ങൾ കണ്ടാ പറയണ്ടേ ഈ അലോട്ടഡ് ഒന്നും ഞങ്ങളോട് തന്നെ പറഞ്ഞാൽ പറഞ്ഞു പുള്ളിക്കാരി അടുത്ത ഗ്രൂപ്പിനോട് പറഞ്ഞത് കഴിഞ്ഞ ഗ്രൂപ്പുകാർ ഇങ്ങനെയാ പറഞ്ഞത് നമ്മൾ റെഡി കഴിഞ്ഞു നമ്മൾക്ക് കേട്ടോ ബൈ. ഇതാണ് നമ്മുടെ റെഡി ഡ്രസ്സുള്ള വീഡിയോ ബൈ. അപ്പോൾ ഞാൻ ഐ കാർഡൊക്കെ എടുത്തിട്ട് അതൊക്കെ എടുത്ത് സെറ്റാക്കാനുണ്ട്. ബാഗൊക്കെ ഇട്ട് പോകാനായിട്ട് സെറ്റായി ഗൈസ്. ബാഗൊക്കെ എടുത്ത് സെറ്റായിട്ട് ഇനി ഒന്ന് പഞ്ച് ചെയ്യണം. ലാസ്റ്റ് ക്ലാസ് തീർന്നു ഗൈസ്. അതോടെ ഞങ്ങളുടെ തിയറി ക്ലാസ്സുകൾ അവസാനിച്ചിരിക്കുന്നു. ഇനിയൊരു ക്ലാസ് ഞങ്ങൾക്ക് ഉണ്ടാകുന്നതല്ല. എല്ലാം കഴിഞ്ഞായിരുന്നു. എല്ലാം കഴിഞ്ഞു. മുഗിത്തു. കന്നഡയിൽ പറയൂ മുഗിത്തു. തീർന്നു ഗൈസ്. കലമ്പ് അപ്പൊ ഞങ്ങള് ശരിയല്ല. ഇനി ഇന്റേൺഷിപ്പിന് കാണാം. പ്രധാനപ്പെട്ടതൊന്നും തീർന്നിട്ടില്ല. ഉണ്ട്, വൈവ ഉണ്ട്, എക്സാം കഴിഞ്ഞിട്ടില്ല. ഉണ്ട്. അതാണ് ഞങ്ങൾ നേരത്തെ ക്ലാസ് ഒക്കെ തീർത്ത് അയ്യോ എന്റെ